എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കുന്നു. അവിടേക്ക് കടന്നു കയറിയ എല്ലാ സോംബീസും മോൺസ്റ്റേഴ്സും ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അപ്പൊ ഈനോ ചോദിക്കും, സാക്കുറ യാമുട്ടോ സെൻസായും അവര് രണ്ടുപേരെയും കാണുന്നില്ല. അതിന് ഷിക്കമൊരു പറയും, അവരെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തോ എവിടെയോ വലിയൊരു പ്രശ്നം അതിപ്പോഴും നടക്കുന്നുണ്ടെന്ന് ഷിക്കമൊരു പറയും. അതിന് ഗെന്മ പറയും, ഇത് ശരിക്കും ഒരു ട്രാപ്പാണ്. അവരുടെ പ്ലാൻ അതവര് മറ്റെവിടെയോ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിക്കമൊരു പറയും, സോ സാക്കുറയെ യാമുട്ടോ സെൻസായും കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ട്രാപ്പ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലേക്കും പോയി സാക്കുറയെയും യാമുട്ടോ സെൻസായും കണ്ടുപിടിക്ക്. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറയും യാമുട്ടോ സെൻസായും രണ്ട് വില്ലന്മാരെ അടിച്ചു തെറിപ്പിച്ച് ആ ഒരു ലെമൺ ലൈറ്റ് ഗെഞ്ചിപ്സു അത് തടയാനായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ആ ലൈറ്റ്നിങ് ബ്ലേഡ് നിഞ്ചാസ് അവര് മൂന്ന് പേരും അങ്ങനെ ചേർന്ന് നിന്ന് ആ ഒരു ഗെഞ്ചിപ്സു അത് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇവിടെ കിട്ടാണേ ആവട്ടെ അവരുടെ അടുത്തേക്ക് ഇപ്പൊ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസുമ സെൻസായി പഠിച്ച പണി 18 നോക്കിയിട്ടും ആ ഒരു ഷീൽഡ് അത് തകർത്ത് പുറത്തേക്ക് വരാൻ കഴിയില്ല. അപ്പൊ അതേ സമയത്ത് ഇവിടെ കിട്ടാണി കാണും ആ ഒരു ലൈറ്റ്നിങ് ബ്ലേഡ് അത് അവരുടെ മൂന്ന് പേരുടെയും ഇപ്പൊ അങ്ങനെ കണക്ട് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ മെയിൻ വില്ലൻ ഇപ്പൊ സോറയെ അടിച്ച് ചമ്മന്തിയാക്കി സോറയോട് നിലവിളിച്ച് പറയും, നിന്റെ പവർ അത് പുറത്തെടുക്ക്, നിന്റെ മോൺസ്റ്ററിന്റെ പവർ വെച്ച് എന്നോട് ഫൈറ്റ് ചെയ്യ്. വില്ലൻ വീണ്ടും സോറെ അറഞ്ചം പൊറഞ്ചം അടിച്ച്, നീ ഈ ഗ്രാമം നശിപ്പിക്കില്ലേ, നിന്റെ അച്ഛനെ പോലെ നീ ഒരു പൊട്ടനാണോ ചോദിച്ച് വീണ്ടും വീണ്ടും അവൻ ഉപദ്രവിക്കുകയാണ്. സോറ വില്ലന്റെ കൈക്ക് കയറി പിടിച്ച്, ഞാൻ ആരെയും കൊല്ലാനല്ല ഇവിടേക്ക് വന്നത്. അതിന് വില്ലൻ പറയും, നിന്റെ കൈ അത് കൊല്ലാൻ വേണ്ടി മാത്രമാണ് നിർമ്മിക്കപ്പെട്ടത്. കാരണം നീ ജനിച്ചപ്പോ മുതല് ഒരു വലിയ മോൺസ്റ്റർ ആണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ സോറയ്ക്ക് ഒരുപാട് വിഷമാവും. അവൻ ഫ്ലാഷ് ബാക്കില് അവനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയ കാര്യം അത് ആലോചിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ ആ ഒരു ചുന്ദരിയെ ഇപ്പൊ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പന്റെ ഓരോ അടിയിലും അവൾ തെറിച്ചു പോയി വീഴുമ്പോ കുട്ടപ്പന്റെ പവർ കണ്ട് അവളിപ്പോ വണ്ടടിക്കും. നറൂട്ടോ ചാടി വന്ന് അവളുടെ കയ്യിലൊരു വെട്ടുവെട്ടും. എന്നിട്ട് എടങ്കാലിട്ട് വീഴ്ത്തി അവളെ അങ്ങനെ തന്നെ ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. പക്ഷെ ചുന്ദരി വില്ലത്തി അവള് ചില്ലറക്കാരിയല്ല. അവള് കുട്ടപ്പനെ തള്ളി മാറ്റി ലൈറ്റ്നിങ് ജിപ്സ് ഉപയോഗിച്ച് കുട്ടപ്പന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ ഇടി. എന്നിട്ട് മാസായിട്ട് പറയും, നീ എനിക്കുള്ളതാണ്. അപ്പൊ ഓൺ ദ സ്പോട്ട് ഇപ്പൊ കുട്ടപ്പന്റെ രണ്ട് ക്ലൗൺസ് റസങ്ങൺ പവറുമായിട്ട് ചാടി വന്ന് അവളുടെ തലക്കിട്ട് തന്നെ ഒരൊറ്റ അടി. ആ അടിയില് അവള് കറങ്ങി അടിച്ച് താഴെ വീഴുമ്പോ അവളുടെ ഫേസ് വീണ്ടും ആ ഒരു മമ്മിയുടേത് പോലാവും. അത് കണ്ട് കുട്ടപ്പൻ വണ്ടടിക്കും. അതിന് അവള് പറയും, നീ ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവള് ഞൊട്ടിയിടയില് ഇപ്പൊ പഴയതുപോലെ ആയിത്തീരും. നറൂട്ടോ കുട്ടപ്പനാണെങ്കി ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. അവൻ കണ്ണു തിരുമ്മി അവളെ നോക്കി നിൽക്കുമ്പോ അവള് വാട്ടർ ഗെഞ്ചിപ്സും എടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് പാഞ്ഞെടുക്കും. അവളുടെ വെള്ളത്തിന്റെ പവറില് ഇപ്പൊ കുട്ടപ്പന്റെ ക്ലൗൺസ് എല്ലാം തന്നെ തകർന്ന് തരിപ്പണാവും. പക്ഷെ കുട്ടപ്പൻ ഷോക്ക് മാറാതെ അവളെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ അവള് സാൻഡ് ജിപ്സ് ഉപയോഗിച്ച് അവിടേക്ക് ഒരുപാട് മണ്ണ് കൊണ്ടുവരും. കുട്ടപ്പൻ ഷോക്കായിട്ട് ഇവക്കെങ്ങനെ ചെയ്യാൻ കഴിയുന്നു ഇതെല്ലാം ഇത്ര പെട്ടെന്ന്. ആദ്യം അവള് ലൈറ്റ്നിങ് പവർ എടുത്തു, പിന്നീട് വാട്ടർ പവർ എടുത്തു, അവസാനമായിട്ട് ഇപ്പോ എർത്ത് സ്റ്റൈലും എടുത്തു. അപ്പോഴാണ് കുട്ടപ്പന് മനസ്സിലാവുക എന്തുകൊണ്ട് അവൾ അവളുടെ ബോഡി ചേഞ്ച് ചെയ്തിട്ടായിക്കൂടാ ഈ ഒരു ജിപ്സു എല്ലാം തന്നെ ചെയ്യുന്നത്. കുട്ടപ്പൻ പറയും, എനിക്ക് മനസ്സിലായി, നീ നിന്റെ ബോഡി അത് ചേഞ്ച് ചെയ്താണ് ഓരോ നേച്ചർ എലമെന്റിലും ഇപ്പൊ മാറി മാറി അറ്റാക്ക് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോ ഇപ്പൊ അവള് ഷോക്കാവും. എന്റെ രഹസ്യം ആദ്യം കണ്ടുപിടിച്ചു, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയ ആപത്താണെന്ന് പറഞ്ഞ് അവൾ ആ വെള്ളം എടുത്ത് ഇപ്പൊ കുട്ടപ്പനെ അടിച്ചു തെറിപ്പിച്ച് വീണ്ടും അവളുടെ ബോഡി അത് ചേഞ്ച് ആക്കും. നീ എന്റെ സീക്രട്ട് കണ്ടുപിടിച്ചല്ലേ, അടുത്തത് നിന്റെ ബോഡിയാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ കുട്ടപ്പന് നേർക്ക് വരുമ്പോ കുട്ടപ്പന്റെ മറ്റൊരു ക്ലൗണ് ഒരു കത്തി എടുത്ത് അവൾക്ക് നേരെ എറിയും. പക്ഷെ അവൾ അതും കാണും. ആ ഒരു ക്ലൗണിനെ തൂക്കി എറിയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ ഓടി വന്ന് വീണ്ടും അവളുടെ മുടി വെട്ടും. അതവക്ക് സഹിക്കാൻ കഴിയില്ല. അവള് ചാടി വന്ന് കുട്ടപ്പന്റെ തലക്കിട്ട് തന്നെ ഒരൊറ്റ അടി കൊടുക്കാണ്. ആ ഒരു അടിയില് കുട്ടപ്പൻ കറങ്ങി അടിച്ചു വീഴുമ്പോ അവള് കുട്ടപ്പനെ കിസ് ചെയ്ത് അവന്റെ പവർ അത് വീണ്ടും വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ അവൻ കഥയിലെ ഹീറോ ആണ്. കുട്ടപ്പൻ അവളുടെ മുടി പിടിച്ച് വലിച്ച് അവളെ തള്ളി അങ്ങോട്ട് മാറ്റും. അവൻ അവളുടെ മുടി പിടിച്ച് വലിക്കുമ്പോ അവളുടെ രൂപം അത് മാറുന്നതായിട്ട് അവൻ കാണും. കുട്ടപ്പന് മനസ്സിലാവും ഇത് തന്നെയാണ് അവളുടെ വീക്ക് പോയിന്റ്. അവൻ അവളുടെ മുടിയെടുത്ത് അങ്ങനെ വലിച്ചു പറിച്ച് താഴെയിട്ട് ചവിട്ടി കൂട്ടും. അവളത് കണ്ട് വേദന എടുത്ത് അലറാൻ തുടങ്ങും. മാത്രമല്ല
അവളുടെ ബോഡി അത് ചേഞ്ച് ആവാനും തുടങ്ങും. അതിന് കുട്ടപ്പൻ പറയും, എനിക്ക് പിടികിട്ടി, നിന്റെ കൺട്രോൾ പോയിന്റ് അത് നിന്റെ മുടിയിലാണ്. നിന്റെ മുടി നശിപ്പിച്ച അതിന്റെ കൂടെ തന്നെ നീയും ഇല്ലാതാവുന്നു പറയുമ്പോ വില്ലത്തിക്ക് ടെൻഷനായിട്ട് അവൾ അങ്ങനെ കുട്ടപ്പന്റെ അടുത്തേക്ക് ഇപ്പൊ ഓടിയെടുക്കും. അവള് മമ്മിയായി പറന്നു വരുമ്പോ കുട്ടപ്പൻ കത്തിയെടുത്ത് അവളെ വെട്ടാൻ ശ്രമിക്കുമ്പോ അവൾ അങ്ങനെ തന്നെ കുട്ടപ്പന്റെ കത്തി തട്ടിത്തെറിപ്പിച്ച് കുട്ടപ്പനെ പിടിച്ചു വലിക്കും. പക്ഷെ കുട്ടപ്പൻ വിടില്ല. അവൻ ഒരു സെക്കൻഡ് ഇല രണ്ടാക്കി മാറ്റിയ ആ ഒരു ട്രെയിനിങ് ആലോചിക്കും. എന്നിട്ട് ഉടനെ അവളുടെ മുടി അതങ്ങനെ തന്നെ ഇപ്പൊ വലിച്ചു പറിച്ച് രണ്ടാക്കി മാറ്റും. നോ എന്ന് പറഞ്ഞവൾ അലറിക്കരയുമ്പോ അവളുടെ മുടി മാത്രം അന്തരീക്ഷത്തിൽ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അവക്ക് കലി കയറി അവള് പറയും, നീ എന്നെ ഈ കോലത്തിലാക്കിയല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവളുടെ ബോഡി അത് ദ്രവിച്ച് താഴെ വീഴുമ്പോ അവളുടെ മുടി മാത്രം ഇപ്പൊ അവനോട് സംസാരിക്കും. കുട്ടപ്പനോട്ടനെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് റെസൻഗൺ പവർ ഉപയോഗിച്ച് ആ ഒരു മുടി അതങ്ങനെ തന്നെ കരിച്ചില്ലാതാക്കി അവളെ കൊന്നുകളയും. ഇവിടെ അസുമ മാസ്റ്റർ ആളുടെ ചക്ര പവർ അതങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആളുടെ നിഞ്ച ടൂള് അതങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ മെയിൻ വില്ലൻ ഇപ്പൊ സോറയോട് പറയും, നിനക്കറിയോ, ഒരുപാട് ഗ്രാമങ്ങളില് നിന്നെ പോലെ വ്യത്യസ്തരായ മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഈ ലീഫ് വില്ലേജ് പോലും ഒരിക്കലൊരു മോൺസ്റ്റർ അടിച്ചു തകർത്തതാണ്. പിന്നീട് ഗ്രാമത്തിലുള്ളവര് അത്തരത്തിലുള്ള മോൺസ്റ്റേഴ്സിനെ ഓരോരുത്തരുടെ ബോഡിയിലായിട്ട് സീൽ ചെയ്ത് വെച്ചു. അത്തരത്തില് ഈ ലീഫ് വില്ലേജിലും ഒരു മോൺസ്റ്റർ ഉണ്ട്. ആ ഒരു മോൺസ്റ്ററിനെയും ഇവിടെയുള്ള ഒരാളുടെ ബോഡിയിൽ ഇപ്പൊ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ പവർ കിട്ടുകയാണെങ്കിൽ ഈ ലോകം തന്നെ നമുക്ക് കീഴടക്കാം. ആ ഒരു മോൺസ്റ്ററിനെ സീൽ ചെയ്യുന്ന അതേ സമയത്ത് അത് ഒരുപാട് ചക്ര പവർ പുറത്തേക്ക് വിട്ടിരുന്നു. ആ ചക്ര പവർ എല്ലാം തന്നെ കളക്ട് ചെയ്താണ് നിന്റെ ബോഡിയിൽ ഞങ്ങൾ സീൽ ചെയ്തത്. അത് കേൾക്കുമ്പോ സോറ അവൻ ഷോക്കായി പോവും. നീ ഒരു റിയൽ മോൺസ്റ്റർ അല്ല, പക്ഷെ അതിന്റെ എല്ലാ കഴിവും നിനക്കുണ്ട്. നീ ജനിച്ചത് തന്നെ എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നീ വെറും ഒരു അൾട്ടിമേറ്റ് വെപ്പനാണ്. നിന്റെ ബോഡിയിലുള്ള ആ ഒരു മോൺസ്റ്ററിന്റെ പവർ അത് പുറത്തേക്ക് വന്ന അതിനെ കൺട്രോൾ ചെയ്യാൻ പോലും നിന്നെ കൊണ്ട് കഴിയില്ല. ഇതുപോലെ പണ്ടൊരിക്കൽ നിന്റെ മോൺസ്റ്ററിന്റെ പവർ അത് പുറത്തു വന്നപ്പോഴാണ് ആ ഒരു ഫയർ ടെമ്പിൾ പോലും നീ അടിച്ചു തകർത്തത്. അത് കേൾക്കുമ്പോ ഇപ്പൊ സോറയാവട്ടെ അവൻ പതിയെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അപ്പൊ ഈ ഒരു മോൺസ്റ്ററിന്റെ പവർ ഉള്ളത് കൊണ്ടാണോ ആൾക്കാരൊക്കെ എന്നെ അകറ്റി നിർത്തിയത്? ഇവിടെ ആസുമ സെൻസായി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ആളുടെ വെപ്പൻ ഇപ്പൊ അകത്തേക്ക് എടുക്കും. മാസ്റ്റർ ആ വെപ്പൻ വെച്ച് ആ ഷീൽഡ് അതങ്ങനെ വെട്ടി നശിപ്പിച്ച് ഇപ്പൊ ഗിട്ടാണിയുടെ പുറകെ ഓടും. കട്ട് ചെയ്ത മറ്റൊരു വശത്ത് കിബ, ചോച്ചി, ഈനോ അവരെല്ലാവരും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അസുമ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ചെറുപ്പത്തില് അവന്റെ അച്ഛൻ ഹൊക്കാഗെ ആയിട്ട് അവൻ ഗെയിം കളിക്കുമ്പോ അപ്പൊ അവന്റെ പപ്പ ചോദിക്കും, നിനക്ക് രാജാവ് അതാരാണെന്നറിയോ? അതിന് അസുമ കാഷ്വൽ ആയിട്ട് പറയും, ഒന്നുകി ഫ്യൂഡൽ ആണ് അല്ലെങ്കിൽ ഹൊക്കാഗ, ഇവരിൽ ആരോ ഒരാളല്ലേ രാജാവ്. അതിനവന്റെ പപ്പ പറയും, കിങ് ഒരാളേ ഉള്ളൂ, കിങ്ങിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയൂ. നിനക്കിത് ഇത്ര കാലമായിട്ട് അറിയില്ലേ? കട്ട് ചെയ്താ ഇപ്പൊ കിട്ടാണ് ചോദിക്കും, രണ്ടുപേരിൽ ആരാണ് രാജാവ് എന്നുള്ളതിന്റെ ആൻസർ നിനക്ക് കിട്ടിയോ? അതിന് അസുമ മാസ്റ്റർ പറയും, അതെ എനിക്ക് കിട്ടി. അത് കേൾക്കേണ്ട താമസം കിട്ടാണി ആവട്ടെ അവന്റെ നിഞ്ച ടൂൾ എടുത്ത് അവന്റെ തന്നെ നെഞ്ചിലിറക്കി അങ്ങനെ മരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ മെയിൻ വില്ലന് മനസ്സിലാവും, കിട്ടാണി അവൻ മരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി 3 പേരുണ്ടായിട്ട് യാതൊരു കാര്യമില്ല, അതുകൊണ്ട് അവരിപ്പൊ തന്നെ നശിപ്പിക്കാന്ന് പറഞ്ഞ് വില്ലനാവട്ടെ അവരെ 3 പേരെയും ഇപ്പൊ നശിപ്പിക്കാൻ തുടങ്ങും. സാക്കുറയും യാമുട്ടയും അവരുടെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും വില്ലൻ അവരെ 3 പേരെയും ഇപ്പൊ ഇല്ലാതാക്കും. വില്ലന് കലി കയറി ഇപ്പൊ സോറയോട് പറയും, ലൈം ലൈറ്റ് ജിപ്സു അത് ഫെയിൽ ആയിരിക്കുകയാണ്. ഇനി നിന്നെ കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. നീ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരണം. നിന്റെ മോൺസ്റ്റർ സീലിംഗ് അത് ഞാൻ തകർത്തു തരാം. വില്ലൻ കയ്യിൽ ചക്ര പവർ കൊണ്ടെന്ന് ഇപ്പൊ അവന്റെ സീല് അത് അങ്ങനെ തകർക്കാൻ തുടങ്ങും. റെഡ് കളറില് ഇപ്പൊ സോറയുടെ മോൺസ്റ്റർ പവർ പുറത്തേക്ക് വരുമ്പോ കുട്ടപ്പനാവട്ടെ അത് കണ്ട് ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.